സാംസ്കാരിക ബന്ധം
നിർത്തുന്നു.
ശ്രീ രഞ്ജൻ പ്രമോദ്, ശ്രീ ജിബു ജേക്കബ്, ശ്രീമതി ജിബു ജേക്കബ് ചെയർപേഴ്സൺ, ശ്രീ വി സി അഭിലാഷ്, ശ്രീ രാജേഷ്, ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, ശ്രീ സി അജോയ്. രചനാ വിഭാഗം ശ്രീ മധു എറവങ്കര ചെയർപേഴ്സൺ, ശ്രീ എ ചന്ദ്രശേഖർ, ഡോക്ടർ വിനീത വിജയൻ, ശ്രീ സി അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട്, അത് രചനാ വിഭാഗത്തിൻ്റെ ജൂറി റിപ്പോർട്ടുണ്ട്. രചനാ വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട്. ചലച്ചിത്ര വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളും റിപ്പോർട്ടും ജൂറി ചെയർമാൻ മറ്റ് ബന്ധപ്പെട്ടവരും പറയുന്നതായിരിക്കും നല്ലത്. അത് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവാർഡ് ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. രചനാ വിഭാഗം അവാർഡുകൾ: മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരങ്ങൾ. ഗ്രന്ഥകർത്താവ് CS മീനാക്ഷി. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അത്ഭുതകരവും ആസ്വാദ്യകരവുമായ വീഥിയിലൂടെ സഞ്ചരിച്ച് സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യമെന്ന നിശ്ചിതമായ വിശകലന രീതിശാസ്ത്രം അവലംബിച്ച് പൂർവമാതൃകളല്ലാത്ത ലിംഗപഠനത്തിൻ്റെ സൈദ്ധാന്തിക കാഴ്ചക്കോണിലൂടെ ചലച്ചിത്ര പഠനത്തോടൊപ്പം സാംസ്കാരിക പഠനവും നിർവഹിച്ച മൗലിക ഗവേഷണഗതിക്കുള്ള അംഗീകാരം. 2. മികച്ച ചലച്ചിത്ര ലേഖനം, മറയുന്ന നാലുകെട്ടുകൾ,
മലയാള സിനിമയും മാറുന്ന ഭാവുകത്വങ്ങളും. ലേഖകൻ ഡോക്ടർ വത്സൻ വാതുശ്ശേരി. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. നാലുകെട്ടുകളെന്ന വാസ്തുനിർമ്മിതി മലയാള സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ ചെലുത്തിയ സ്വാധീനം, അതിൻ്റെ ദൃശ്യപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ വിശേഷണങ്ങളിലൂടെ ആധികാരികമായി ഗവേഷണ പാടവത്തോടെ വിലയിരുത്തുന്ന പാരായണക്ഷമമായ ലേഖനം. 3. പ്രത്യേക ജൂറി പരാമർശം. ലേഖനം സമയത്തിൻ്റെ വിസ്തീർണം. ലേഖകൻ നൗഫൽ മറിയം ബാത്തൂർ. ശില്പവും പ്രശസ്തി പത്രവും. സ്ഥലകാലങ്ങളുടെ കലയായ സിനിമയിൽ സ്ഥലരാശിയെ ക്രിയാത്മകമായി ദൃശ്യവൽക്കരിക്കുകയും സാംസ്കാരികമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ നവമലയാള സിനിമകളുടെ പശ്ചാത്തലത്തിൽ സൈദ്ധാന്തികമായും കൃത്യതയോടെയും പ്രായോഗിക തലത്തിലും വിശകലനം ചെയ്യുന്ന ലേഖനം. 4. ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം പാരഡൈസ്. നിർമ്മാതാവ് 1 ആൻറ്റോ ചിറ്റിലപ്പള്ളി, 2 സനിത ചിറ്റിലപ്പള്ളി. സംവിധായകൻ പ്രസന്ന വിദാഗ്നകെ. 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീവ്രമായി ആവിഷ്കരിക്കുന്ന ചിത്രം. 5. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ്. പായൽ കപാഡിയ. ചിത്രം പ്രഭയായി നനച്ചതെല്ലാം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മഹാനഗരത്തിലെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും പരസ്പരം താങ്ങും തണലുമാവുന്ന സ്ത്രീകളുടെ വൈകാരിക ബന്ധങ്ങളും സങ്കീർണമായ ജീവിതാവസ്ഥകളും തീഷ്ണമായി ആവിഷ്കരിച്ച സംവിധാന പാടവത്തിന്. 6. മികച്ച വിഷ്വൽ എഫക്ട്സ്. 1 ജിതിൻ ലാൽ, 2 ആൽബർട്ട് തോമസ്, 3 അനിരുദ്ധ മുഖർജി, 4 സാലിം ലാഹിർ. ചിത്രം ARM. 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാലോകങ്ങളെയും യഥാർത്ഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യ വിസ്മയമൊരുക്കിയ സാങ്കേതിക വൈദഗ്ധ്യത്തിന്. 7. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിനകത്തെ അധികാരഘടനയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലൂടെ സ്വയം ശാക്തീകരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ലളിതവും നർമ്മമധുരവുമായി അവതരിപ്പിച്ച സംവിധാന പാടവത്തിന്. 8. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ്. നിർമ്മാതാക്കൾ. ചിത്രത്തിനുള്ള അവാർഡ് പ്രേമല്ലു. നിർമ്മാതാക്കൾ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. സംവിധായകൻ ഗിരീഷ് AD. നിർമ്മാതാവിന് 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സമകാലിക കേരളീയ കൗമാരത്തിൻ്റെ പ്രണയവും പ്രണയ നിരാസവും പ്രതീക്ഷകളും നർമ്മരസം നിലനിർത്തിയും കലാമൂല്യം ചോർന്നു പോകാതെയും ചിത്രീകരിച്ച ജനപ്രിയ ചിത്രം. 9. മികച്ച നൃത്ത സംവിധാനം. 2 പേർക്കായിട്ടാണ്. 1 സുമേഷ് സുന്ദർ, 2 ജിഷ്ണുദാസ് MV. ചിത്രം ബൊഗെയിൻ വില്ല. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മുഖ്യ കഥാപാത്രത്തിൻ്റെ മനോനിലയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചുവടുകളൊരുക്കിയ നൃത്ത സംവിധാന പാടവത്തിന്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സയനോര ഫിലിപ്പ്. ചിത്രം ബറോസ്. ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം മുവസ്സി മരിയ. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. മുവസ്സി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന്.
മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഫാസി വൈക്കം അല്ലെങ്കിൽ രാജേഷ് ഓവി. ചിത്രം ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം വൂഡു, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വൂഡു എന്ന ആനിമേഷൻ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വ്യാഖ്യാനത്തിന് ഉതകും വിധം ശബ്ദം പകർന്ന മികവിന്. പന്ത്രണ്ട്, മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്. ചിത്രം രേഖാചിത്രം 2 ബൊഗെയിൻ വില്ല, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളുടെ ഗതിവിഗതികൾക്കനുസരിച്ചും പോയ കാലങ്ങളെ അന്നത്തെ ഉടുത്തൊരുക്കങ്ങളുടെ വൈവിധ്യങ്ങളാലും നെയ്തെടുത്ത വസ്ത്രാലങ്കാര ചാരുതയ്ക്ക്. 13, മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ. ചിത്രങ്ങൾ ബൊഗെയിൻ വില്ല, ഭ്രമയുഗം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ ഭാവരൂപ പകർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചൊരുക്കിയ കലാപാടവത്തിന്. 14, മികച്ച പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ശ്രീ വാര്യർ, പോയറ്റിക് ഹോം ഓഫ് സിനിമ. ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ്, ബൊഗെയിൻ വില്ല, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദഗ്ധ്യത്തിന്. 15, മികച്ച ശബ്ദ രൂപകൽപ്പന. അത് 2 പേർക്കാണ്. 1 ഷിജിൻ മെൽവിൻ ഹട്ടൻ, 2 അഭിഷേക് നായർ. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം. കഥയുടെയും കഥാപാത്രങ്ങളുടെ ആഖ്യാന ശൈലിക്ക് ഉതകും വിധം ശബ്ദ ശകലങ്ങളെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് കൃത്യമായി ഉപയോഗിച്ച സ്വനരൂപ കൽപ്പനയ്ക്ക്. 16, മികച്ച ശബ്ദ മിശ്രണം. അതിന് 2 ആൾക്കാണ്. ഫസൽ എ ബക്കർ, 2 ഷിജിൻ മെൽവിൻ ഹട്ടൻ. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിവിധ ശബ്ദശകലങ്ങളെയും സംഗീതത്തെയും കഥാപശ്ചാത്തലത്തിന് യോജിക്കും വിധം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും സമന്വയിപ്പിച്ച ശബ്ദ മിശ്രണ വൈദഗ്ധ്യത്തിന്. 17, മികച്ച സിംഗ് സൗണ്ട് അജയൻ അഡാട്ട്. ചിത്രം പണി, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആൾക്കൂട്ടം നിറഞ്ഞ കഥാപരിസരങ്ങളിൽ നിന്നും ശബ്ദങ്ങളെ അതിസൂക്ഷ്മമായി പകർത്തിയെടുത്ത് സ്വാഭാവികതയും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ച തത്സമയ ശബ്ദലേഖന പാടവത്തിന്. മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഗുണാകേവിൻ്റെ ദുരൂഹമായ ആഴങ്ങളെയും അകത്തളങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യാഥാർത്ഥ്യബോധം ജനിപ്പിക്കും വിധം പുനർനിർമ്മിച്ച കലാസംവിധാന പാടവത്തിന്. 19, മികച്ച ചിത്ര സംയോജകൻ സൂരജ് ES. ചിത്രം കിഷ്കിണ്ട കാണ്ഡം, 50,000 രൂപയും ശില്പം പ്രശസ്തി പത്രവും. പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി മന്ദഗതിയിലുള്ള ആഖ്യാന രീതി അവലംബിച്ച് ചിത്രത്തിലെ ദുരൂഹതകളുടെ വെളിപ്പെടുത്തലുകളെ ഉദ്വേഗജനകമായി അടുക്കി വെച്ച ദൃശ്യ സംയോജന പാടവത്തിന്. 20, മികച്ച പിന്നണി ഗായിക പെൺ സെബ ടോമി. ചിത്രം ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയിൽ. ചിത്രം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആലാപനത്തിൻ്റെ പശ്ചാത്തലവും തദ്ദേശീയവുമായ ധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുന്ന സ്വരമാധുരിയിലൂടെ മികച്ച ശ്രവ്യാനുഭവം പകർന്നതിന്. മികച്ച പിന്നണി ഗായകൻ ആൺ KS ഹരിശങ്കർ. ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ARM, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു മനോഹര പ്രണയഗാനത്തിൻ്റെ ഹൃദയകാരിയായ ആലാപന ചാരുതയ്ക്ക്.
22 മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ. ചിത്രം ഭ്രമയുഗം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രത്തിൻ്റെ ഇരുണ്ടതും ഭീതിതവും ദുരൂഹവുമായ കഥാപരിസരത്തെ അനുഭവിപ്പിക്കുന്ന സംഗീത സന്നിവേശ പാടവത്തിന് മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷിൻ ശ്യാം. ഗാനങ്ങൾ 1 മറവികളെ പറയൂ, 2 ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ചിത്രം ബൊഗെയിൻവില്ല. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വളരെ വ്യത്യസ്തവും മനോഹരവുമായ 2 ഗാനങ്ങൾക്ക് ശ്രവണമധുരമായ ഈണം പകർന്ന സംഗീത സംവിധാന പാടവത്തിന് മികച്ച ഗാനരചയിതാവ് വേടൻ. ഗാനം കുതന്ത്രം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് 25 മികച്ച തിരക്കഥ. 1 ലാജോ ജോസ് അഡാപ്റ്റേഷൻ. 1 ലാജോ ജോസ്, 2 അമൽ നീരത്. ചിത്രം ബൊഗെയിൻവില്ല. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെട്ട റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ അന്തസത്ത ചോർന്നു പോകാതെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി എഴുതിയ അനുവർത്തന മികവിന് 26 മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു യഥാർത്ഥ സംഭവത്തെ അതിൻ്റെ ഉദ്വേഗം ചോർന്നു പോകാതെ നിരവധി കഥാപാത്രങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച രചനാ പാടവത്തിന് 27 മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വ്യത്യസ്ത സമയങ്ങളിലെയും കാലാവസ്ഥകളിലെയും ദൃശ്യങ്ങളെ അനുയോജ്യമായ ലൈറ്റിങ്ങിലൂടെ തികച്ചും സ്വാഭാവികമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് 28 മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനകെ. ചിത്രം പാരഡൈസ്. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. വിനോദസഞ്ചാരികളായി വന്ന മലയാളി ദമ്പതികളുടെ അനുഭവങ്ങളിലൂടെ ശ്രീലങ്കയുടെ രാഷ്ട്രീയ പ്രതിസന്ധി അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ച കഥന മികവിന് മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാവുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ സ്വാഭാവിക ആവിഷ്കാരത്തിന് മികച്ച സ്വഭാവ നടൻ 2 ആൾക്കാണ്. 1 സൗബിൻ ഷാഹിർ, 2 സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രങ്ങൾ 1 മഞ്ഞുമൽ ബോയ്സ്, 2 ഭ്രമയുഗം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരത്തിന് അധികാരത്തിൻ്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിൻ്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചത്. 31 മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാടവത്തിന് 32 മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ഫാസിൽ മുഹമ്മദ്. നിർമ്മാതാക്കൾ സുധീഷ് കറിയ, താമർ KV. നിർമ്മാതാക്കൾക്ക് 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.
സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം, മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം. ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന്. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധാനം ചിദംബരം. നിർമ്മാതാക്കൾ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ. നിർമ്മാതാക്കൾക്ക് 66,666 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്യത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം. സൗഹൃദത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന്. പ്രത്യേക ജൂറി പരാമർശം. 34. അഭിനയം ജ്യോതിർമയി. ചിത്രം ബൊഗെയിൻ വില്ല. ശില്പവും പ്രശസ്തി പത്രവും. ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീഷ്ണമായി ആവിഷ്കരിച്ചതിന്. പ്രത്യേക ജൂറി പരാമർശം. 35. അഭിനയം ദർശന രാജേന്ദ്രൻ. ചിത്രം പാരഡൈസ്. ശില്പവും പ്രശസ്തി പത്രവും. ദേശം, ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന്. 36. വെള്ളം കുടിക്കട്ടെ. മികച്ച നടി ഷംല ഹംസ. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പുരുഷാധികാരത്തിന്റെയും മത പൗരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന്. പ്രത്യേക ജൂറി പരാമർശം. 37. അഭിനയം ടൊവിനോ തോമസ്. അഭിനയം ടൊവിനോ തോമസ്. ചിത്രം ARM. ശില്പവും പ്രശസ്തി പത്രവും. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന്. 38. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ആസിഫ് അലി. അഭിനയം ആസിഫ് അലി. ചിത്രം കിഷ്കിണ്ട കാണ്ഡം. ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായാവസ്ഥയും യാവുലതകളും വികലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന്. 39. ലാസ്റ്റ്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്ക. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കൊടുമൺ, പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാവനയ മികവിന്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പാർനാട്ട പൂർണ്ണതയ്ക്ക്. ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രീ പ്രകാശ് രാജിൻ്റെ നേതൃത്വത്തിലുള്ള ടീം, ഇന്ന് ജൂറി അംഗങ്ങൾ കഴിഞ്ഞ 1.5 മാസത്തോളമായി നടത്തിയ വലിയ പരിശ്രമത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ മികച്ച ചിത്രത്തിനും മികച്ച അഭിനയത്തിനുമെല്ലാമുള്ള അവാർഡ്. എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു.
ഈ പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ പ്രകാശ് രാജ് സംസാരിക്കും. Jury report. That's written in Malayalam there. Good evening, everyone. First of all, thank you for giving me this responsibility of being a jury chairman. It is not an easy job, but my job was made easier with the wonderful colleagues I had as my jury members. Thank you, every single jury member who were with me. Well, I came in thinking that it was a 10-day sitting in a library, watching, learning what was in 2024 in Malayalam cinema. And I really relished a 10-day journey with all of them. I hope the unanimous judgment of the jury, where we had to really sit in detail and discuss, has enthralled and satisfied the fans of Malayalam cinema. On behalf of the jury, I have a few observations to make, and after that I'm open for any questions you all have. The first observation I would like to make is about the children's cinema. This year, jury did not give the best children's film and the best child artist, boy and girl. For the simplest reason, we did not find a single film or a single attempt to make a children's film. So with great request and humility, we request the film fraternity to please think of making children's film. The film fraternity, the directors, writers should realize that in a society, it is not just the elders, it is not just the youngsters. Children are part of this society. What children think, what they understand, what is their world has to be made into cinema. Just some children casted in films just to say the heroine is a mother or a hero is a father is not children's cinema. It is not children's cinema at all, because we need to know what children think in the society. They are a very important part of this evolution, and none of the films talked about children's perception, or a few child actors were not speaking their age. They were just props. And I think it is a high time, because we have fought why there were no women-oriented films, women-represented films, strong women characters. And it took decades for men of this industry, or the so-called big guys of the industry, to realize that we need stronger character to women. I think now is the time to understand that we need to understand what children are, what their world is. And I hope the jury humbly requests and strongly request the film fraternity to please make films and write roles for children too. Secondly, we had 128 films. But to be very honest, as the jury chairman, when it came to quality, I was surprised we had only 10% of those films which adhered to the quality. Though there was a lot of quality in those 10% of the films, I wish there were more films. We need to understand what is happening. Is it because the so-called big people have become busy with other language films or, pan-Indian films? I think it is their responsibility to keep the health of the industry high, because this is where they grew from. And I wish in the coming years, in spite of the great inroads with makeup, with music, with cinematography, with editing, with subjects, these 10% of the films make Malayalam cinema very proud. I wish Malayalam cinema deserves more film, and the audience deserve more wonderful films. And thirdly, it could be a little, I don't know, I think last year also some jury chairman had spoken about it.
about the government empowering, producing a few films. It's a very, very wonderful thing because government doesn't look at it as business, that we need to empower 3-4 films which they produced to younger generation, younger talent to make good films. But our humble request from the jury is, it is taxpayers' money, and you academies and the government are spending that money to empower good films. Please ensure quality too. Please have a team, please have a creative team, get in certain people to judge, take up deserving youngsters making films. And that would probably, I would like to see a film supported by the government, by the academies, to reach the awards, to reach higher spaces and empower the whole thought process, because it's a very vulnerable industry of business, and to be able to spend that much of money, our taxpayers' money, because I think that money which is being given to these 4-5 films, I think the people are the producers of the films. Little more accountability in choosing people and in trusting and bringing in more quality cinema. Other than that, I have not much to say, and I think the jury has had a long discussion and have been appreciated a lot of talents of this 2024 jury awards. And if you have any questions from the media, we are open to the questions. Thank you. Undo, to speak in Malayalam, I'll need some more time. You want to speak? Yeah. I don't think there are any questions. There's too much of silence. We are not worried about records. Even Oscar entries get many accords. But I think that was a very wonderfully made, a team effort. It was, see, a film has 24 crafts, and all of them have to tell the director's story. So that many crafts were involved in trying to strengthen and tell the story of that Manjumal boys, which is a very impossible story to make. And we had no doubts about it. It was not that, just because they're getting more awards, we can't stop them from taking awards. I think they deserved those awards, and that's the jury's decision. Yeah. What does that say? Yes, Mamuka is competing with youngsters, but the point is, we don't look him as a senior man and youngsters, because the presence of Mamuka in Brahmayugam, with the shot of the nuances he carried, just with his presence, was very strong, and youngsters still have to have that expression. But in spite of it, when you see Tobino in ARM, or Asif Ali, I saw 4 of his films. We saw 4 of his films. And there was this effort of these youngsters to excel. And I think that's the influence of great actors like Mamuka and Laletan on them. But still, that when you look at the performing levels of these things and Mamuka's sheer presence and the nuances, he did not act, the sort of nuances he brings in is very, I am very jealous of him. And I think he deserved that control on performances, which is a lesson. And I think youngsters should just adore him and follow him and try to reach that, than saying that, this is not a charity organization. It is to give who are the best. And if he is still relevant, that is something to be inspired by. National, he doesn't get beauty awarded. I don't mind saying that national film awards are compromised. And I'm so happy to be a jury chairman of Kerala, because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. That is not happening in the national awards, and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such sort of a national government, they don't deserve Mamuka. Yeah. Vijay Raghavan was also wonderful. He is a great role. But then if you see Tobino,
Kishkinda Kanda and not Kishkinda Kanda. Kishkinda Kanda, he was wonderful. Yeah. But when I see Siddharth in Brahmayugam and Shobin in this thing, they had a larger role and they carried it more. And of course, there is nothing less. See, what I'm trying to tell you, even I have got 4 national awards. When you get a national awards, you are not the best. That year in the roles, you were best. Today probably Mohanlal may not have got the national award. Probably this year he did not get a film to perform. So national awards or state awards is that year's film's recognition. It doesn't make Vijay Raghavan's performance any less. But at the same time, these two were wonderful. As simple as that. Yeah. Ma? Vedan. See, Vedan, we liked it because people may think, the regular classical songs get awards. It's a rap. But that is the sound of the younger generation today. And more than just, it is not just an irresponsible music. And the song had life's aspirations and dreams of the youngsters. And there was a layered whole story of the characterization in that film. So a song, instead of being individual, as I said, many crafts tell a story. And that song told the story of Manjumal Boys and created that wanted beginning for that film. And I think it's a very new sound, it's a youngster's sound, and that is how they sing, that is how they express. And we thought that we need to recognize that surge, that energy in that song. All Imagine is Light. I think it was a great effort for Malayalam cinema going into international awards. And I thought that there was an award because there were a lot of good films. So when we had Manjumal Boys, when we had Feministi Fatima, but we had 2 good films. One was Paradise and one was All Imagine is Light, which is not much celebrated. And we thought she had done a very internationally wonderful film. So we thought as a jury that it has to be recognized and that woman's Payal Kapadia's work has to be recognized. So we gave the special jury award for that and to the film called Paradise. Any more questions? Shall I pass on the mic to the other jury chairman? രചനാ വിഭാഗം ജൂറി ചെയർമാൻ ശ്രീ മധു ഇറവങ്ങര. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ശ്രീ പ്രകാശ് രാജ്, വേദിയിലിരിക്കുന്ന മറ്റ് ജൂറി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും അത്രയൊന്നും ആഘോഷിക്കാത്ത ഒരു വിഭാഗമാണ് രചനാ വിഭാഗം. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ സിനിമയെ നിലനിർത്തുന്നത് ഇതുപോലെയുള്ള രചനകളാണ്. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ രചനാ വിഭാഗത്തെ സമീപിക്കാനെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോടൊപ്പം ശ്രീ എ ചന്ദ്രശേഖർ, വിനീത വിജയൻ എന്നിവർ ജൂറിയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതിലോ ലേഖനങ്ങൾ സെലക്ട് ചെയ്യുന്നതിലോ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. കാരണം രചനാവിഭാഗം ജൂറി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരത്തിനായി 23 പുസ്തകങ്ങളും മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള പുരസ്കാരത്തിനായി 33 ലേഖനങ്ങളും ലഭിച്ചു. പുസ്തകങ്ങളിൽ വേറിട്ടതും ഗൗരവതരമായതും ഉന്നത നിലവാരം പുലർത്തുന്നതുമായ ചലച്ചിത്ര പഠനങ്ങൾ തുലവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ലേഖനങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളിൽ ഭൂരിഭാഗവും നിലവാരം പുലർത്തുന്നതായിരുന്നില്ല എന്ന അഭിപ്രായമാണ് ജൂറിക്കുള്ളത്. പല ലേഖനങ്ങളിലും ആശയപരമായ വ്യക്തത കാണാൻ കഴിഞ്ഞില്ല. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാതെയും ഉൾക്കാഴ്ചയില്ലാതെയും എഴുതുന്നതിനാൽ ഉദ്ദേശിക്കുന്ന ആശയം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ബുദ്ധിമുട്ട് ക്ലിഷ്ടമായ ഭാഷ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ലേഖനങ്ങളുടെ തിരഞ്ഞെടുപ്പും വളരെ അനായാസമായി ഏകകണ്ഠ്യേന നിർവഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
3 പേരുടെയും സെലക്ഷൻ ലിസ്റ്റ് ഒരുപോലെ വന്നു എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു ജൂറി സിറ്റിങ്ങിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നത് കൊണ്ടാണ് അതിനൊരു ജൂറി പുരസ്കാരം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ ലേഖനങ്ങൾ 2 എണ്ണം വളരെ അടുത്തടുത്ത് നിന്നതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ജൂറി പുരസ്കാരം നമ്മൾ പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഞങ്ങൾ കുറേയേറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ സമയമില്ലാതെ മുഴുവൻ വായിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചലച്ചിത്ര അക്കാദമി തീർച്ചയായിട്ടും വിതരണം ചെയ്യുമെന്ന് കരുതുന്നു. എങ്കിലും ഏറ്റവും പ്രധാനം പുസ്തകങ്ങളുടെ കാര്യത്തിലും ലേഖനങ്ങളുടെ കാര്യത്തിലും ഒരു നിയതമായ മാനദണ്ഡങ്ങൾ ചലച്ചിത്ര അക്കാദമി ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ അത്യാവശ്യമായി അത് ഉണ്ടാക്കണം. കാരണം ഈ പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും ബാഹുല്യം നിയന്ത്രിക്കാൻ അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Hello. I just have one more observation which I missed. And I request the government and the academy to institute an award for the best dialogue writing. Because we have been seeing a great writing of dialogues, because it is not the screenplay, it is not the story, it is the flesh and blood of the story, and there's so much of thought process involved in it. And we felt very sorry that we did not have an award to acknowledge writing. And we also want to make a special mention of these 2 young actors in the film Pani. The negative roles they did, they were wonderful, and so much of hope and so much of joy to see young actors, new actors brimming in Malayalam cinema. Thank you. അവസാനിപ്പിക്കാമല്ലോ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി.